ദൈവത്തിന്റെ അതിസന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തുമറിയം വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പ്രാർത്ഥന സംഗമത്തിൽ വന്നു ചേരുവാൻ, ഒരുമിച്ച് വന്നു ചേരുവാൻ സർവശക്തനായ ദൈവം, സർവാധിപതിയായ ദൈവം നമ്മെ അനുവദിച്ചുവല്ലോ. നന്ദി ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മാനവും മഹത്വവും എല്ലാം ദൈവത്തിന് മാത്രം. അവിടുത്തെ ഉദ്ദേശപ്രകാരം ജീവിക്കുവാൻ നമ്മെ അനുവദിക്കണമേ. വിശ്വാസത്തോടെ നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒരുമിച്ച് എല്ലാവരെയും അവിടുത്തെ കൃപയ്ക്കായിട്ട് സമർപ്പിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ പ്രാരംഭ പ്രാർത്ഥന ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ബാർഖമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. ദൈവമായ കർത്താവേ, ഈ കൂടിവരവിനെ അനുഗ്രഹിക്കണമേ. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. ലഭിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. പലപ്പോഴും ഞങ്ങൾ നിന്നെ അറിയാതെയും കാണാതെയും പോകുന്നവരാകുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അനുഭവത്തിലല്ല, നിന്നോട് ചേർന്നുള്ള യാത്രയായിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഒരുക്കണമേ. കൃപയിലും നന്മയിലും ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നവർ, പട്ടിണിയിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവർ, ആശ്രയമില്ലാതെ കഴിയുന്നവർ, എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അദൃശ്യമായ വലതുകരം നീട്ടി എല്ലാവരെയും അവിടുന്ന് കാത്ത് പരിപാലിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും എല്ലാം അനുഗ്രഹിക്കണമേ. ദൈവിക ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിപ്പാൻ, വിളിച്ച വിളിക്ക് വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഇടവക മെത്രാപ്പൊലീത്തെ അനുഗ്രഹിക്കണമേ. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇടവകളെ അനുഗ്രഹിക്കണമേ. എല്ലാ ഇടവകളെയും കാത്തു പരിപാലിക്കണമേ. ഇടവക ജനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെ വരവെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. നിങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിസന്യനാമത്തിന് വീണ്ടും വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചുമ്മമാർക്കും മർത്തുമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. When I heard these things, I sat down and wept. For some days I mourned and fasted and prayed before the God of heaven. അമ്മയാവ് പ്രാർത്ഥിച്ചതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പൊ പ്രാർത്ഥനയെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ വളരെയധികം വിഷമിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വരെ എല്ലാവരും സ്നേഹത്തോടെ സമർപ്പിക്കാം. ഇന്ന് ഹ്യൂസ്റ്റൺ റീജിയനാണ് പ്രാർത്ഥന നയിക്കുന്നത്. ഒരു 8 നോമ്പിന്റെ 5-ാം ദിവസമാണ്. കേരളത്തിലെ ജനങ്ങളെല്ലാം ഒരേ ആത്മാവില് സമത്വവും സാഹോദര്യവും പറഞ്ഞ് ഓണം ആയിട്ട് പറയുന്നു. ടീച്ചേഴ്സ് ഡേ ആണ്. എല്ലാത്തിൻ്റെയും പ്രാധാന്യത്തിൽ ദൈവസന്നിധി നമുക്ക് ഒരുമിച്ച് വീണ്ടും സമർപ്പിക്കാം. ഹ്യൂസ്റ്റൺ റീജിയനിലെ എല്ലാ ദേവാലയങ്ങളെ ബഹുമാനപ്പെട്ട അച്ഛന്മാര്, കുസുമമാര്, മർത്തുമറിയം സമാജം ഭാരവാഹി, റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സെയിന്റ് ഗ്രിഗോറിയോസ് ചർച്ച് എല്ലാത്തിനെയും സമർപ്പിക്കുന്നു. ഈന, അനിൽ, സീന, ബെന്നി ദിവസം സഹായിച്ച മക്കളെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു. ഇപ്പൊ നമുക്കൊരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരാം. പ്രിയപ്പെട്ട എൽസി ഈശോ പാട്ടുപാടി പ്രാർത്ഥന തുടരുന്നു. അപേക്ഷിക്കും. കേൾക്കാമോ ആന്റി? കേൾക്കാം. മറിയമേ നീ ഭാഗ്യവതി, ഫാമിനിമാരിൽ അത്യുന്നതൻ താണു വന്നു വാണല്ലോ നിന്നിൽ. മറിയമേ നീ ഭാഗ്യവതി, ഫാമിനിമാരിൽ ദൈവപുത്രൻ നിന്നിൽ നിന്നിങ്ങവതരിച്ചല്ലോ. മറിയമേ നീ ഭാഗ്യവതി, ഫാമിനിമാരിൽ ശിശുവാം നിന്നെ സർവശക്തൻ സ്വീകരിച്ചല്ലോ.
ദൈവത്തിൻ്റെ വൈദികന്മാരാദരവോടെ കാഴ്ചയപ്പം നൽകി നിന്നെ പള്ളിയിൽ പോറ്റി. കാന്തി ചിന്തും നിർമ്മല മാണിക്യ കല്ലേ, ദിവ്യദുതേനവതാരത്തിൽ സന്ദേശം നൽകി. നിൻ വ്രതത്താൽ സർവശക്തൻ പുത്രനെ വിട്ടു. മന്മയെ നാമാദമിനെ ഉദ്ധരിച്ചിടാൻ അത്യുന്നതൻ താണുവന്നു വാണല്ലോ നിന്നിൽ. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ, കർത്തൻ തന്നെ പെറ്റവളാം കന്യകെ ഭാഗ്യം. നിൻ സ്മരണ നിൻ തനയൻ ഭൂവിലും മേലും സ്വീകരിച്ചു. നിൻ പ്രാർത്ഥന കേട്ടിടുന്നുന്നം. ഏക്ഷിതി നിൻ രക്ഷകനെ പെറ്റ മാതാവേ, മക്കളെയോർത്തിപ്പോഴും നീ പ്രാർത്ഥിച്ചിടണം. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ, അത്യുന്നതൻ താണുവന്നു വാണല്ലോ നിന്നിൽ. മറിയമേ നീ ഭാഗ്യവതി ഭാമിനിമാരിൽ, ദൈവപുത്രൻ നിന്നിൽ നിന്നിങ്ങവതരിച്ചല്ലോ. പ്രിയപ്പെട്ട എൽസി ഈശോയെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നതാണ്. എല്ലാവരും വേദപുസ്തകം തുറന്നു വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺസൺ ശങ്കരത്തിച്ചമ്മാശൻ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചാണ് വേദഭാഗം. 2 രാജാക്കന്മാർ 22-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പ്രിയപ്പെട്ട ജെറിൽ ജോയ് ആണ് വായിക്കുന്നത്. ആ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. എന്നിട്ട് 2 Kings chapter 22 verses 10 to 20. ജെറിൽ ജോയ് വായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. The reading is from the second book of the Kings, Barkimore. 2 Kings chapter 2 verse 10 through 20. 22 verse 10 through 20. So Shaphan the scribe spoke to the king, saying, Hilkiah the priest gave me a book. And Shaphan read it before the king. Now when the king heard the words of the book of the law, he tore his clothes. Then the king commanded Hilkiah the priest, Ahikam the son of Shaphan, Akbor the son of Micaiah, Shaphan the scribe, and Asaiah the servant of the king, saying, Go and inquire of the Lord for me, for all the people, and for all Judah, concerning the words of this book that was found. For great is the wrath of the Lord kindled against us, because our fathers did not hear and obey the words of this book, to do according to all the words of this book, written concerning us. So Hilkiah the priest, Ahikam, Akbor, Shaphan, and Asaiah went to Huldah the prophetess, the wife of Shallum, the son of Tikva, the son of Harhas, the keeper of the wardrobe, who dwelt in Jerusalem, studying the law. And they spoke with her. And she said to them, Thus says the Lord God of Israel, Tell the man who sent you to me. Thus says the Lord, Behold, I will bring evil upon this place and upon those who dwell here, even all the words of the book which the king of Judah has read. For they forsook me and burned incense to other gods, that they might provoke me to anger with the works of their hands. Therefore my wrath shall be kindled against this place, it shall not be quenched. And to the king of Judah, sending you to seek out the Lord, thus you shall say this to him. Thus says the Lord God of Israel, the words which you heard,
because your heart was softened, and you humbled yourself before the Lord, when you heard I spoke against this place, and those dwelling in it, and that will disappear and become a curse, and you tore your clothes and wept before me. So I have heard you, says the Lord. Behold, it shall not be so. I will gather you to your fathers, and you shall be gathered to your grave in peace. Your eyes shall not see any of the evils which I shall bring on this place. They brought the message back to the king. And he belongs to praise of God, Barakimor. Blessed is the person who reads from Bible, the Holy Word, and we pray for Jerry Joy and her family. Okay. കൗമയും അനുതാപ പ്രാർത്ഥനയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവെ, ഞങ്ങളെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ ആരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്നോട് നാല് രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. നിന്റെ ഗർഭഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. എന്റെ സർവ്വത്തിന്റെയും ഉടയവനെ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനെ, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എന്തെന്നാൽ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവ സമയങ്ങളെ നീ പ്രാർത്ഥനയുടെയും ആശ്വാസത്തിന്റെയും സമയങ്ങളാക്കി തീർത്തിരിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും ഞങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. പാപനിമിത്തം ഞങ്ങളുടെ മേൽ എഴുതപ്പെട്ടിരിക്കുന്ന കടച്ചീട്ടിനെ നിന്റെ ഏകപുത്രൻ ദുഷ്ടന്റെ സകല സൈന്യത്തെയും അതിനാൽ മറിച്ചിട്ടതായി സ്ലീബായിന്മേൽ തൂങ്ങിയ നാഴികയിൽ കീറിക്കളഞ്ഞതുപോലെ നീ കീറിക്കളയണമേ. നിന്റെ വന്യതിരുനാമത്തെ പ്രീതിപ്പെടുത്തതായ വിശുദ്ധ ജീവിതവും സുഹൃ നടപടികളും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിന്നെയും നിന്റെ പുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നെയും സ്തുതിച്ചുകൊണ്ട് നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. അച്ഛൻ്റെ പ്രാർത്ഥനകളെ കുടുംബം എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഒരു പാട്ടോടുകൂടി തുടരും. ബിൻസി തോമസ്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥാ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങൾ എന്തിനു നാഥാ, ഈ ജീവിതം എന്തിനു നാഥാ. തിരുനാമ കീർത്തനം
പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാദാ. ഈ ജീവിതമെന്തിനു നാദാ. പുലരി പൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊത്തു ചേർന്നാർത്തു പാടാ. പുലരി പൂപാളം പാടിയുണർത്തുന്ന കിളികളോടൊത്തു ചേർന്നാർത്തു പാടാ. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്നു കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്നു കുളിർ കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമ കീർത്തന പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാദാ. ഈ ജീവിതമെന്തിനു നാദാ. അകലെ ആകാശത്ത് വിരിയുന്ന താരത മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാ. അകലെ ആകാശത്ത് വിരിയുന്ന താരത മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാ. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരുത്തു പാടാ. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാകമാരുത്തു പാടാം. തിരുനാമ കീർത്തന പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാദാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങളെന്തിനു നാദാ. ഈ ജീവിതമെന്തിനു നാദാ. പ്രിയപ്പെട്ട ബിൻസി തോമസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ധ്യാന പ്രസംഗത്തിനുള്ള സമയമാകുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്ക് സൗഖ്യമാകുവാനും പ്രൊട്ടക്ഷൻ ആകുവാനും അത് ഇടയാകാൻ നാം പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ ബഹുമാനപ്പെട്ട ജോൺ ശങ്കർ ക്രിസ്തുമാസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇൻട്രൊഡ്യൂസ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ട ഷമാശനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും നമ്മുടെ ഒരു പതിവാണ്. ആരെയെങ്കിലും ഒരാൾ ആ ദിവസം നമുക്ക് വരുമ്പോൾ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മുടെ ഒരു മര്യാദ കാണിക്കുക എന്നുള്ളതൊരു രീതി ആയതുകൊണ്ട് പ്രിയപ്പെട്ട ഷമാശനെ ഞാൻ സ്വാഗതം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഷമാശൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണ്. MMVSന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എല്ലാ കാര്യങ്ങളിലും എത്രയോ വർഷങ്ങളായി സജീവമായി നേതൃത്വം കൊടുക്കുന്ന ആളാണ് പ്രിയപ്പെട്ട ഷമാശന്റെ. ഈ തിരക്കിനിടയിൽ ഷമാശൻ നമുക്ക് പുറകോട്ട് നോക്കിയാൽ അറിയാം, ഏതോ തിരക്കിലായിരിക്കുന്നത്, കാറിൻ്റെ അകത്ത് മറ്റോ ഇരുന്ന് സംസാരിക്കുന്നു. അത്രയും ജോലിക്കിടയിലും തിരക്കിനിടയിലുമാണ് നമ്മളുടെ ഈ സമയം ഷമാശൻ നമുക്ക് വേണ്ടി വേർതിരിച്ചത്. ഷമാശന്റെ പ്രവർത്തനങ്ങൾക്ക് നന്ദിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നന്ദി പറഞ്ഞാൽ പിന്നെ അവിടെ അവസാനിക്കും. പിന്നെ മുമ്പോട്ട് പിന്നെയും നമ്മൾ നന്ദി പറയണം, അങ്ങനെയില്ല. നമ്മുടെ കൂടെയുള്ള ആളാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ വരുന്ന ആളാണ്. ഏത് സഹായത്തിനും, ഏത് ആവശ്യങ്ങൾക്കും, ഏത് കാര്യങ്ങൾക്കും ഷമാശൻ നേതൃത്വം നൽകുന്ന ആളാണ്. വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട ഷമാശനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് വളരെ സ്നേഹത്തോടെ ഇത് ദിവസം സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നാവിനോടുകൂടെ ദൈവം നമ്പുരാൻ ഇരുന്ന് ശക്തിയേറിയ വചനങ്ങൾ നമുക്ക് നൽകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാകുന്നു ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഷമാശനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു.
താങ്ക്സ് അച്ഛാ. കേൾക്കാമല്ലോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. സർവശക്തനും സർവാധിപമായ ത്രിയേക ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഹുൽദ പ്രവാചകി അവരോട് പറഞ്ഞു, നിങ്ങളെ എൻ്റെ അടുക്കൽ അയച്ചവനോട് പറയുക, നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കീറി എൻ്റെ മുമ്പാകെ കരയുകയും ചെയ്യുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നുവെന്ന യഹോവയുടെ അരുളപ്പാട്. 2 Kings chapter 22:19 അല്ലെങ്കിൽ 2 Chronicles chapter 34:27. അഭിവന്യ തിരുമേനി, ഇത്രയും ബഹുമാനപ്പെട്ട എബിയച്ചൻ, വൈദിക ശ്രേഷ്ഠർ, ഷിനി, ഷീന, എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ഗുരുനാഥയും ഈ പ്രെയർ ഗ്രൂപ്പിന്റെ കോർഡിനേറ്ററുമായ എലിസബത്ത് ആൻറ്റി, ഈ പ്രെയർ ലൈനിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഏവർക്കും ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണമാണ്. ഏവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയുമായ ഓണാശംസകൾ. ഓണസദ്യ ഒരുക്കേണ്ടതായ ഈ സമയത്ത് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം മാറ്റിവെച്ച് ഇതിൽ ജോയിൻ ചെയ്ത് എല്ലാവരോടുകൂടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ടുള്ള വേൾഡ് കൊണ്ടാടുകയാണ്. എൻ്റെ ഗുരുനാഥയായ ടീച്ചറിനും അതുപോലെയുള്ള എല്ലാ ടീച്ചേഴ്സിനും ടീച്ചേഴ്സ് ഡേയുടെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. അവരാണ് നമ്മളെല്ലാം ഈ ലെവലിൽ എത്തിക്കുന്നത് എന്ന് ഓർത്ത് അവർക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ ഗുരുനാഥർക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നാം ഓർക്കണം. അതിനെല്ലാം ഉപരിയായി പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ നോമ്പിന്റെ ദിവസങ്ങളായ 8 നോമ്പിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പേർ വളരെ വിശുദ്ധിയോടുകൂടി ആചരിക്കുന്ന ഒരു നോമ്പാണ് 8 നോമ്പ്. അമ്മേ അമ്മേ എന്നു വിളിച്ചു നിൻ സവിധത്തിൽ ഓടിക്കൂടും ഈ ഏഴകളെ തള്ളിയിടല്ലേ. കരയുന്നവരുടെ കണ്ണീറൊപ്പുന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമുക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളിലേക്ക് കടക്കട്ടെ. ഹുൽദ പ്രവാചകി നമുക്ക് അറിയാവുന്നതായിരിക്കാം. ഹുൽദ പ്രവാചകി അതായത് പഴയ നിയമത്തിൽ 7 പ്രവാചകിമാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാണുന്നത്. പ്രത്യേകിച്ച് MMBSന്റെ കോൺഫറൻസുകളിലെല്ലാം ഇവരുടെ ഒരു ടാബ്ലോ നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വർഷങ്ങളിലും അത് കാണുന്നുണ്ട്. 7-ൽ ഒരാളാണ്. 7 പൂർണ്ണതയുടെ നമ്പറാണ്. ആ 7-ൽ ഒരാളായ ഹുൽദ പ്രവാചകി 2 രാജാക്കന്മാർ 22-ാം അധ്യായം 22-24 അധ്യായത്തിലും ദിനവൃത്താന്തം 34-35 അധ്യായത്തിൽ 34-ാം അധ്യായത്തിലും കാണുന്നു. രാജാവായ യോശിയാവിന്റെ കാലത്ത് ദേവാലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനിടയിൽ നിയമപുസ്തകം കണ്ടെത്തുന്നു. വർഷങ്ങളായി പൊടി പിടിച്ച് മറഞ്ഞു കിടക്കുകയായിരുന്നു. അത് കണ്ടെത്തിയപ്പോൾ രാജാവിന്റെ മനസ്സ് ഉണർന്നു. എന്നാൽ ആ വചനം ജനങ്ങളോട് എന്ത് പറയുന്നു എന്നറിയാൻ രാജാവ് ദൈവത്തിന്റെ പ്രവാചകിയായ ഹുൽദയോട് ചോദിച്ചു. അവളുടെ മറുപടി രാജാവിനെയും രാജ്യത്തെയും ആത്മീയമായി ഉണർത്തി. In the Bible, Huldah refers to one of the 7 Hebrew prophetess known for her spiritual authority and a prophetic message. Huldah meaning vessel or mole in Hebrew. അതായത് കീരി വർഗത്തിൽപ്പെട്ട ഒരു ജീവി. അതായത് മലയാളം നിഘണ്ടുവിൽ അതിന്റെ അർത്ഥം വന്നേക്കുന്നത് ശക്തമായി ചീറ്റുന്ന ഒരു ചെറു കീരി. ഹുൽദയുടെ പേരിന് അനുയോജ്യമായ ഒരു പ്രവൃത്തിയാണ്. അതായത് നമ്മൾ അവളിൽ നിന്നും കാണുന്ന ജോസിയ reign when the book of the law was found. Huldah was consulted to authenticate the scroll, confirming the word of God and inspiring the king's sweeping religious reforms. Huldah demonstrates female spiritual leadership and the importance of faithfulness, wisdom, and boldness in serving God. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാർ 22-23 അധ്യായങ്ങളിലും 35 ദിനവൃത്താന്തം 34-35 അധ്യായങ്ങളുമായി യഹൂദയിലെ രാജാവായി യോശിയാവിന്റെ ഭരണകാലത്ത് നടന്ന സംഭവങ്ങളാണ് വിവരിക്കുന്നത്. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. 31 വർഷം രാജാവായി വാണു. അവന്റെ അമ്മ യദീദ
ജദീദ മീൻസ് ബിലവഡ് ഇൻ ഹീബ്രു, ദൈവത്തിന് പ്രിയങ്കരിയായവൾ എന്ന മലയാളത്തിലും പറയാം. യോശിയ രാജാവായത് വെറും 8 വയസ്സിൽ. അവനെ ദൈവഭക്തിയിൽ വളർത്തുകയും തെറ്റായ വഴികളിൽ അകപ്പെടാതെയും നന്മയുടെ നിറവിൽ വളർന്നു വരുവാൻ തക്കവണ്ണം അവന്റെ അമ്മയുടെ പങ്ക് എത്രയെന്ന് നാം ചിന്തിക്കുക. പരിശുദ്ധ ദൈവമാതാവിനെ പോലെ യേശു കുഞ്ഞുവിനെ വളർത്തി നമ്മൾക്കായി തന്ന മാതാവിനെ പോലെ യോശിയ ഇസ്രയേലിൽ അനുഗ്രഹീതനായി പ്രവർത്തിച്ച ഒരു രാജാവ്, ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു രാജാവ്, ദേവാലയത്തെ വിശുദ്ധീകരിച്ച് അവിടെ എല്ലാത്തിനും ഒരു ക്രമീകരണം വേണമെന്ന് ആഗ്രഹിക്കുകയും അതുണ്ടാക്കുകയും ചെയ്യുന്നു. വിശുദ്ധ വചനം പറയുന്നു, അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിലൊക്കെയും വലത്തോട്ടും ഇടത്തോട്ടും മാറാതെ നടന്നു. 2 Kings chapter 22:2. യോശിയാവിന്റെ വല്യപ്പനായ മനശ്ശെയുടെയും അപ്പനായ ആമോന്റെയും ദുർഭരണത്താൽ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത് യഹോവയുടെ വഴികളെ ഉപേക്ഷിച്ച് വിഗ്രഹാരാധനയിലൂടെയും മ്ലേച്ഛതയിലൂടെയും തങ്ങളുടെ രാജ്യത്തെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞ, യഹോവയുടെ വഴിയിൽ നടക്കാതെ ദൈവത്തിൽ നിന്നും വളരെ അകന്നുപോയ ഒരു ജനത്തെ ദൈവത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരാനായി പ്രവർത്തിക്കുന്ന ഒരു രാജാവ്. തന്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ദൈവം അവനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. യോശിയ അവന്റെ യൗവനത്തിൽ തന്നെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ച് അതിനായി ആദ്യമേ യോശിയ രാജാവ് ചെയ്യുന്നത് ദേവാലയ ശുദ്ധീകരണമാണ്. അവന്റെ വാഴ്ചയുടെ 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേരാപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരുശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. അവൻ ബലിപീഠങ്ങളെയും ഇടിച്ച് അശേരാപ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തകർത്ത് പൊടിയാക്കി. ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും സകല സൂര്യസ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞ് ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാനായി നഗരാധിപതിയും ഒരു ഉപദേശകനും മന്ത്രിയും ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിച്ചു. ദേവാലയ ശുദ്ധീകരണ പ്രക്രിയയിൽ പ്രധാന പുരോഹിതനായ ഹിൽക്കിയ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുന്നു. Hilkiah's discovery of the book of the law is a reward for Josiah's generosity and faithfulness to the temple. യഹോവ മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുന്നു. ന്യായപ്രമാണ പുസ്തകം വായിച്ചത് കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി വിനയപ്പെട്ട് കരയുകയും, അതായത് തിരുവചനം കേട്ടിട്ട് ഒരു രാജാവ് വസ്ത്രം കീറി അനുദപിക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് തന്റെ രാജ്യത്തിനും ജനങ്ങൾക്കും വരുവാനിരിക്കുന്ന ശാപത്തെ ഓർത്ത് ഭയപ്പെടുകയും ചെയ്യുന്നു. When Josiah heard the words of the book of law, he immediately realized his kingdom had strayed from God and took step to bring reform. According to Saint Paul, for by the law is the knowledge of sin. Romans chapter 3:20. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അതായത് ന്യായപ്രമാണം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു എന്ന് നമുക്കറിയുന്നു. എന്താണ് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞത് ശാപം എന്ന് നമുക്ക് നോക്കാം. അതായത് നിയമപുസ്തകത്തിൽ ആ നിയമപുസ്തകം കിട്ടിയത് മോശയുടെ ആവർത്തന പുസ്തകമാണെന്നാണ് പിതാക്കന്മാരുടെ ഒരു പ്രസ്താവന. ലേവ്യ പുസ്തകം 26 അധ്യായം പറയുന്നത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ബിംബമോ സ്തംഭമോ നാട്ടരുത്, രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിക്കുവാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയരുത്. ഞാൻ നിങ്ങളുടെ യഹോവയാകുന്നു. നിങ്ങൾ എൻ്റെ ശബ്ബത്തുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദിരം ബഹുമാനിക്കുകയും വേണം. ഞാൻ യഹോവയാകുന്നു. ലെവിറ്റിക്സ് 26:1-2. എന്നാൽ ഡ്യൂട്രോണമി ആവർത്തന പുസ്തകത്തിൽ 28-ാം അധ്യായം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നു. അതാണ് ആവർത്തന പുസ്തകമാണ് ആ ന്യായപ്രമാണ പുസ്തകം എന്ന് പിതാക്കന്മാർ പറഞ്ഞതിന് കാരണം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നു, അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാതിരുന്നാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. 16-ാം വാക്യം മുതൽ 69-ാം വരെ വാക്യം 28-ാം അധ്യായം 16-ാം വാക്യം മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. അത് ഒന്നാം വാക്യം തൊട്ട് വായിക്കുന്നതിനെ നല്ലതായിരിക്കും. നമ്മൾക്ക് ആവർത്തന പുസ്തകം 28-ന്റെ 1 മുതൽ 13 വരെ ഒന്നാം ഭാഗമായിട്ട് എടുത്താൽ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും, എന്നാൽ 14 മുതൽ 69 വരെയുള്ള 2-ാം ഭാഗം അനുസരണക്കേടിന്റെ ശിക്ഷയുമാണ്. തന്റെ പിതാമഹന്മാർ ചെയ്ത നീച പ്രവൃത്തിയിൽ സങ്കടപ്പെടുകയും അനുദപിക്കുകയും ചെയ്യുന്ന ഹോശിയ, അതായത് ഇത് വായിച്ചു കേട്ടപ്പോൾ ഹോശിയ തന്റെ പിതാക്കന്മാർ മനശ്ശെയെയും ആമാനെയും ഓർക്കുന്നു. അവർ കൂട്ടിയതായ
ദുഷ്കർമ്മങ്ങൾ, അതായത് മനുഷ്യ സ്വന്തം മക്കളെ തന്നെ ബലി കഴിപ്പിച്ച് ദുഷ്ടദേവതകൾക്ക് ബലി കഴിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. ദേവാലയത്തിൽ നിയമപുസ്തകം വളരെ പവിത്രമായി സൂക്ഷിക്കേണ്ടത്, അത് എന്നും വായിക്കേണ്ടതുമാണ്. പക്ഷേ ഇയേഴ്സായിട്ട് അത് മിസ്പ്ലേസ് ആയിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ അതിന്റെ ഇത് കാണുന്നു. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 18-ാം വാക്യം 18-ഉം 19-ഉം പറയുന്നുണ്ട്, വരാൻ പോകുന്ന രാജാവിന് കൊടുത്ത ഒരു നിർദ്ദേശം, മോശ കൊടുക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ നിയമപുസ്തകത്തിൽ ഒരു പുസ്തക ചുരുളിൽ എഴുതി, അതായത് ലേവ്യ പുരോഹിതർ അത് ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുകയും അത് രാജാവിനെ ഏൽപ്പിക്കുകയും അത് രാജാവ് സൂക്ഷിക്കുകയും എല്ലാ ദിവസവും നിയമഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്യുക എന്ന ഒരു മോശയുടെ കൽപ്പനയാണ് ഇവിടെ ലംഘിച്ചതായിട്ട് കാണാം. അതേപോലെ തന്നെ ദേവാലയത്തിൽ നിയമപുസ്തകം സൂക്ഷിക്കുകയും അത് വായിച്ച് അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അതിനെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്യേണ്ടത് ദേവാലയത്തിൽ നടത്തേണ്ട ആ ഒരു സിസ്റ്റം അവിടെ മിസ്പ്ലേസ് ചെയ്തതായിട്ട് നാം ഇവിടെ കാണുന്നു. നിയമപുസ്തകം രാജാവ് വായിച്ച് കേട്ടതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രവചിക്കുന്നതിനുമായി നിങ്ങൾ ചെന്ന യഹോവയുടെ അരുളപ്പാട് ചോദിപ്പിൻ എന്ന് പറഞ്ഞ് ആ കാലത്തെ പ്രവാചകിയായിരുന്ന ഹുൽദ പ്രവാചിയുടെ അടുക്കലേക്ക് ഹിൽക്കിയ പുരോഹിതന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയക്കുന്നു. അവൾ അത് വായിച്ച് ദേശത്തിനെതിരായി വരുന്ന ഒരു ന്യായവിധിയെക്കുറിച്ച് പ്രവചിക്കുകയും ചെയ്യുന്നു. ദൈവജനം പാപത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി തടുക്കാനാകാത്ത വിധം ഒരു ദിവസം തന്റെ ജനം അവരുടെ ശത്രുക്കളുടെ കയ്യിൽ തീർച്ചയായും ഏൽപ്പിക്കപ്പെടുമെന്ന് ഹുൽദ പ്രവാചകയിലൂടെ ദൈവം സംസാരിക്കുന്നു. അന്നത്തെ കാലത്ത് പുരുഷ പ്രവാചകന്മാർ ഉണ്ടായിരുന്നിട്ടും ആ കാലത്തെ പ്രവാചകന്മാരായിരുന്നു യിരെമ്യാവ്, നഹൂം, സഫന്യാവ്. ഇവരൊക്കെ ഉണ്ടായിരുന്നിട്ടും രാജാവ് തന്റെ സംഘത്തെ ദൈവഹിതം മനസ്സിലാക്കാനായി ഹുൽദയുടെ അടുക്കിലേക്കാണ് അയക്കുന്നത്. ദൈവം ഒരു സ്ത്രീയെ, ഹുൽദായെ തിരഞ്ഞെടുത്തു. ദൈവം തന്റെ സന്ദേശം എത്തിക്കാൻ ആരാണെന്നതിനേക്കാൾ ആർ തയ്യാറാണ് എന്നതാണ് നോക്കുന്നത്. ഹുൽദാസ് സിഗ്നിഫിക്കന്റ് സ്റ്റാച്ചർ as a spiritual leader in a patriarchal society, showing that a woman could hold positions of authority. Huldah confirmed the authority and divine origin of the book of the law, delivering a prophecy of judgment and mercy. അതിന് നമ്മൾ സ്ത്രീകളെ കൊച്ചാക്കി കാണിക്കരുത് എന്ന് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അത് കൊരിന്ത്യർ 1:27 കാണുന്നു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു എന്ന്. അത് ഇവിടെ നാം കാണുന്നു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുക്കും. ഗോഡ് ചൂസസ് ഫെയ്ത്ത്ഫുൾ സെർവൻസ് ഓഫ്. ഇവിടെ നമ്മൾ കാണുന്ന 5 ഫെയ്ത്ത്ഫുളിനെയാണ് ഈ ഹുൽദ പ്രവാചകയുടെ അടുത്തേക്ക് അയക്കുന്നത്. അതായത് ഒരു പുരോഹിതന്റെ പ്രധാന പുരോഹിതന്റെ നേതൃത്വത്തിലാണ് 5 പേരെ അയക്കുന്നത്. അതായത് ഹിൽക്കിയ the priest, Ahikam, Akobar, Shaphan and Asiya also. അവരെയാണ് ഹുൽദയുടെ അടുക്കിലേക്ക് രാജാവ് അയക്കുന്നത്. പ്രധാന ആൾക്കാരെ തന്നെയാണ് പ്രവാചകയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ പ്രവാചകയുടെ സ്ഥാനം എത്രമാത്രം ഉന്നതമായിരുന്നു നാം ചിന്തിക്കണം. നമ്മുടെ രാജസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് പ്രവാചകയുടെ അടുത്തേക്ക് ദൈവത്തിന്റെ വചനത്തെ പ്രവചിച്ച് കാണാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുമ്പോൾ സത്യവചനം പറയാൻ ധൈര്യം വേണം. ഹുൽദ രാജാവിനോട് പ്രസന്നമാക്കുന്ന വാക്കുകൾ പറഞ്ഞില്ല. ദൈവം പറഞ്ഞ വിധി തുറന്നു പറയുന്നു. The authority of God's word. Huldah confirmed that the book found in the temple was indeed the word of the Lord. ദൈവം ഇന്നും സത്യവചനം പറയുന്നതിന് എളുപ്പമല്ല, അത് ജനപ്രിയമല്ലാതായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സത്യം പറയുന്നവനെ ഒരിക്കലും ആരും കണക്കാക്കിയല്ല. കാര്യം സത്യാനന്തര കാലത്തൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സത്യത്തിന് യാതൊരു വിലയുമില്ലാത്ത ഒരു ലോകമാണ് സത്യാനന്തര കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം. കള്ളങ്ങൾ പറഞ്ഞ് അതിനെ സത്യമാക്കി മാറ്റുകയാണ് സത്യാനന്തരം എന്ന് പറയുന്നത്. ആ ഒരു കാലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് സത്യം പറയാൻ വളരെ പ്രയാസമായിട്ട് വരികയാണ്. അവിടെയാണ് രാജാവിന്റെ അടുക്ക പോലും, രാജാവിന്റെ പ്രധാന പുരോഹിതനോടൊപ്പം ഉള്ള സംഘത്തിനോട് പോലും പ്രവാചകി സത്യം പറയുന്നു. നിങ്ങളുടെ ഈ ലോകത്തിന്റെ നമ്മുടെ പ്രവർത്തനം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനാൽ നാം ദൈവശിക്ഷയ്ക്ക്
പാത്രമായി ഭവിക്കുമെന്ന് പറയുന്നു. പ്രവാചകന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ നേരിട്ടുള്ള പ്രേരണയാൽ ദൈവജനത്തിന്റെ വിശുദ്ധിയും ആത്മീയ ജീവിതവും മാത്രമാണ് പ്രധാന ലക്ഷ്യം. അവർ ദൈവവചനത്തിന്റെ ആത്മനിറവുള്ള പ്രഘോഷകനും വ്യാഖ്യാതാവുമാണ്. അവർ മുന്നറിയിപ്പ് നൽകുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു, ആശ്വസിപ്പിക്കുകയും ആത്മീയ അഭിവൃദ്ധി വരുത്തുകയും ചെയ്യുന്നു. ഇന്ന് ഈ പ്രവാചകന്മാരുടെ കാര്യമാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന് അതേ സ്ഥാനമാണ് നമ്മുടെ വൈദികർക്കുള്ളത്. വൈദികർ പലപ്പോഴും നമ്മളെ ദൈവജനത്തിന്റെ വിശുദ്ധിയിലേക്ക്, നമ്മളെ ജീവിതം ആത്മീയ ജീവിതത്തിലേക്കും നമ്മളെ ദൈവവചനത്തിന്റെ നിറവുള്ളവരുമാക്കി തീർക്കാൻ തക്കവണ്ണം ഒപ്പം നമ്മുടെ പ്രയാസങ്ങളിൽ ആശ്വസിപ്പിക്കുകയും ആത്മീയ അഭിവൃദ്ധിക്കായി വരുത്തുകയും ചെയ്യുന്നു. ഇന്ന് എഫെസ്യർ 4:15 നാം പറയുന്നു, നമ്മെ വിളിക്കുന്നത് സ്നേഹത്തോടെ സത്യത്തിൽ നിലകൊള്ളുവാനാണ്. നമ്മൾ സത്യത്തിനായിട്ട് വർദ്ധിക്കണം. അതാണ് കർത്താവ് പറയുന്നു, പീലാത്തോസിന്റെ അടുത്ത് പറയുന്നു, സത്യം നീ എന്താണെന്ന് അറിയുന്നില്ല എന്ന്. സത്യം മനസ്സിലാക്കിയാൽ നമുക്ക് ദൈവവചനമാണ് നമുക്ക് സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നത്. മൂന്നാമത്, യോശിയായുടെ ഹൃദയം അലിഞ്ഞു. വിനയം ദൈവത്തിന്റെ കൃപ നേടും. ഹുൽദ യഹോവയോട് ചോദിക്കുവാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത്, നിയമപുസ്തകം വായിച്ചു കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരയുകയും അനുതപിക്കുകയും ചെയ്യുകൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയതിനാൽ യോശിയാവ് ദൈവത്തെ പ്രസാദിപ്പിച്ചു. She gave it a unique prophecy through, though destruction would come upon the nation, King Josiah would die in peace and did not witness the full disaster of Judah. Because of his humility and repentance, Josiah's repentance leads to his deliverance. ഇവിടെ നാം കാണുന്നതാണ്, കർത്താവിന്റെ മുമ്പിൽ തന്നെത്താനെ താഴ്ത്തിയ ജോസിയായ്ക്ക് തന്റെ രാജ്യത്ത് വരുന്നതായ കഷ്ടതകൾ തന്റെ കണ്ണുകൊണ്ട് കാണാൻ ഇടയാകുകയില്ല എന്നുള്ള ഒരു അനുഗ്രഹം ജോസിയായ്ക്ക് കൊടുക്കുന്നുണ്ട്. ദൈവം മുമ്പാകെ തന്നെത്താൻ താഴ്ത്തുക എന്നത് ദൈവകൃപ പ്രാപിക്കുന്നതിനും പുതുക്കം പ്രാപിക്കുന്നതിനുമുള്ള പ്രാഥമിക വ്യവസ്ഥയാണ്. ദൈവകൃപ കൂടാതെ നാം എല്ലാവരും പാപത്തിന് ദുഷ്ടതയ്ക്കും അടിമകളാണെന്നും സകല നന്മയ്ക്കും വേണ്ടി നാം ദൈവകൃപയിലാണ് ആശ്രയിക്കുന്നതെന്നും അറിയുക. നിന്റെ കണ്ണുനീരും വിനയവും കാരണം ദൈവം ശിക്ഷ വഹിക്കും. ഈ സ്ഥലത്ത് നിന്ന് വരുത്താൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയില്ല എന്ന് ദൈവം ഉൽദായിലൂടെ പ്രവചിക്കുന്നതായിട്ട് നാം കാണുന്നു. വിനയം ദൈവത്തിന്റെ ഹൃദയം സ്പർശിക്കും. യാക്കോബ് ശ്ലീഹ പറയുന്നു, ദൈവം അഭിമാനികൾക്കെതിരാകുന്നു, വിനയക്കാർക്ക് കൃപ നൽകുന്നു. യാക്കോബ് 4:6. അതുപോലെ തന്നെ നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നാം കാണുന്നു, നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും, താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും. When men are cast down, then thou shalt say, there is lifting up, and he shall save the humble person. Job 22:29. ഇവിടെ നമുക്ക് നമ്മുടെ മാതാവിനെ തന്നെ നോക്കും. നമ്മൾ എന്നും പാടുന്ന, ആരും ഉയർത്തപ്പെട്ടില്ലിതുപോൽ അതിനാൽ സ്പഷ്ടം മാറിയമേ പോ, ആരും താഴ്മപ്പെട്ടിട്ടില്ല. അതെ, നമ്മുടെ പരിശുദ്ധ അമ്മയെ പോലെ ആരും താഴ്മപ്പെട്ടിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ അമ്മ താഴ്മയുടെ പര്യായമാണ്. നിയമപുസ്തകം കണ്ടെത്തിയപ്പോൾ യോശിയാവിന്റെ ഹൃദയം വിങ്ങി. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ തിരക്കുകൾക്കിടയിൽ മറഞ്ഞു കിടക്കാം. നമ്മളുടെ നിയമപുസ്തകം, അതായത് വിശുദ്ധ വേദപുസ്തകം, അത് നമ്മളിൽ നിന്ന് മറഞ്ഞു കിടക്കുന്നു. ബൈബിൾ വായന, പ്രാർത്ഥന, ആത്മീയ അനുസരണം, ഇത് നമ്മളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്നുണ്ടോ? സങ്കീർത്തനം 119:105 പറയുന്നു, നിന്റെ വചനം എന്റെ കാലിന് വിളക്കും എന്റെ പാതയ്ക്ക് വെളിച്ചവുമാവുന്നു. ദൈവവചനം നമ്മെ തിരുത്തും, പുനഃസ്ഥാപിക്കും, ദൈവത്തോടൊപ്പം നടക്കാൻ ശക്തി നൽകും. അതുപോലെ തന്നെ പ്രോവർബ് സദൃശവാക്യങ്ങളില് 7:1-2 പറയുന്നു, മകനെ, എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. നീ ജീവിച്ചിരിക്കേണ്ടതിന് എന്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ പോലെ കാത്തുകൊള്ളുക. അതായത്
വചനങ്ങളെ പ്രമാണിക്കുക, നമ്മൾ വചനം പഠിക്കുക. ഇവിടെ നമുക്ക് കത്തോലിക്ക പുരോഹിതനായ ഫാദർ ഡാനിയൽ പൂർണ്ണത്തിൽ, അദ്ദേഹം വളരെ ഫേമസ് ആണ് യൂട്യൂബിലുമൊക്കെ. അദ്ദേഹം ഇപ്പോൾ ഒരു ബൈബിൾ പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട്, ബൈബിൾ ഇൻ എ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. അത് നമുക്ക് പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ വചനം കേൾക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് നമ്മൾ ഈ എമ്മോസിലേക്കുള്ള യാത്ര. 2 ശിഷ്യന്മാർ എമ്മോസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വചനം കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഒരു വായനാപ്പിടി വന്നപ്പോൾ എമ്മാവസിലേക്കുള്ള യാത്രയുടെ വായന ഇപ്പൊ നമ്മുടെ എവങ്കലിയിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. നമുക്കതിപ്പോ കേൾക്കുന്നില്ല. നമ്മൾ സാധാരണ ഉയർപ്പിന് ശേഷം വരുന്ന 4ാമത്തെ ഞായറാഴ്ചയായിരുന്നു എന്ന് വിചാരിക്കുന്നു. ജോസിയ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. Josiah is a model for all who seek to God through repentance and obedience to God to be cleansed, renewed and restored by not turning aside to the right or to the left. Josiah stayed in the center of God's will, not attempting to test the outer limits of his love and grace. യോശിയാവ് ആദ്യം തന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി, പിന്നെ ജനങ്ങളെയും തിരിച്ചു കൊണ്ടുവന്നു. സഭ, കുടുംബം, സമൂഹം എല്ലായിടത്തും മാറ്റം വരണമെങ്കിൽ ആദ്യം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. യോശുവ പുസ്തകത്തിൽ 24-ാം അധ്യായം 15-ാം വാക്യം നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. അതിന്റെ ശേഷം, അതായത് യോശുവ അത് സ്ഥാപിച്ചതിന് ശേഷം ഇസ്രായേൽ ജനം യോശുവയുടെ കൂടെ ചേർന്നതായി നാം കാണുന്നു. രാജാവ് സകല യഹൂദ പുരുഷന്മാരെയും ജെറുസലേം നിവാസികളെയും പുരോഹിതന്മാരെയും സർവ്വജനത്തെയും യഹോവയുടെ ആലയത്തിലേക്ക് വിളിച്ചുകൂട്ടി കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവരെ വായിച്ചു കേൾപ്പിച്ചു. മാത്രമല്ല, തനിക്കും തന്റെ രാജ്യത്തിനും ജനങ്ങൾക്കും വരാനിരിക്കുന്ന ശാപത്തെക്കുറിച്ച് വിവരിക്കുകയും അനുതാപത്തിനും ദൈവ വഴിയിലേക്കുമുള്ള തിരിച്ചുവരവിനുമായിട്ട് എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുള്ള കാരണം ഹുൽദാ പ്രവാചകിയുടെ പ്രവചനമാണ്. ആ ഹുൽദാ പ്രവാചിയാണ് രാജാവിന്റെ ഭരണകൂടത്തെ, അല്ലെ രാജാവിന്റെ മന്ത്രിസഭയെ അതിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം ഉയർത്തിയത്. ദേവാലയത്തിൽ വെച്ച് രാജാവ് താൻ യഹോവയെ അനുസരിച്ച് തന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ച് നടക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ മുമ്പാകെ, ജനങ്ങൾക്കും മുമ്പാകെ, ജനങ്ങളെ കൊണ്ടും രാജാവും ജനങ്ങളെ കൊണ്ട് അവർ ഉടമ്പടി ചെയ്യുന്നു. ആ ഉടമ്പടി അനുസരിക്കുന്നതിനായി ഇസ്രായേൽ ദേശത്തു നിന്നും യഹൂദയിൽ നിന്നും അവൻ ചെയ്ത സകല മ്ലേച്ഛതകളും നീക്കിക്കളയുകയും സകല വിഗ്രഹങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും നശിപ്പിക്കുകയും ദേവാലയത്തെ ശുദ്ധീകരിക്കുകയും ദേവാലയത്തിന് ഒരു ക്രമീകരണം ഉണ്ടാക്കുകയും അതിനെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്ത ശേഷം ഒരു പെസഹ ആചരിക്കുകയും ചെയ്യുന്നു. ശമൂവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലൊരു പെസഹ ആചരിച്ചിട്ടില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. 2 ക്രോണിക്കൽ 35:18. പുതിയ നിയമത്തിലും നാം ഇതിന് തുല്യമായ ഒരു പെസഹ കാണുന്ന കാണുന്നു. എല്ലാം പുറത്താക്കിയ ശേഷം ഒരു പെസഹ കൊണ്ടാടുന്നു. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. യേശു തമ്പുരാൻ ചാട്ടവാറുമായി ദേവാലയത്തിലേക്ക് വന്ന് അവിടെ ദേവാലയത്തിന് അനുയോജ്യമല്ലാത്തതായ പ്രവൃത്തികൾ ചെയ്യുന്നവരെയും വിൽക്കൽ വാങ്ങൽ നടത്തുന്നവരെയും പുറത്താക്കിയതിന് ശേഷം ഒരു പെസഹായ്ക്കായി ഒരുങ്ങുന്നു. അത് വിരിച്ചൊരുക്കിയതായ മർക്കോസിന്റെ മാളികയിൽ. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു പെസഹായുടെ അനുഭവം ഉണ്ടാണ്. ഓരോ വിശുദ്ധ കുർബാനയും ഓരോ പെസഹയാണ്. അപ്പോൾ നമ്മളിലുള്ള എല്ലാ അശേര പ്രതിഷ്ഠകളെയും ബാലിന്റെ വിഗ്രഹങ്ങളെയും തച്ചുടച്ച് അതിനെ അവിടെ നിന്ന് നീക്കി വിശുദ്ധീകരിച്ചതിന് ശേഷം വേണം നാം പെസഹായിൽ സംബന്ധിക്കേണ്ടത്. അതായത് ലോകൈക ചിന്തകളാകുന്ന അശേര പ്രതിഷ്ഠകളെയും അസൂയ, അഹങ്കാരം, വിദ്വേഷം മുതലായ വിഗ്രഹങ്ങളെയും തച്ചുടച്ച് തന്നെത്താൻ താഴ്ത്തി അനുതാപത്തോടുകൂടി വിശുദ്ധ പെസഹായ്ക്കായി ഒരുങ്ങണം. അതായത് വിശുദ്ധ കുർബാന അനുഭവത്തിനായിട്ട് നാം ഒരുക്കണം. ഹൃദയത്തെ ഒരുക്കിയ ശേഷം വേണം പെസഹ ആചരണം എന്ന ദൃഷ്ടാന്തം പഴയ നിയമത്തിൽ യോശിയായിലൂടെ നാം ഇവിടെ കാണുകയാണ് ചെയ്യുന്നത്. യോശിയ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. വിശുദ്ധ വചനം പറയുന്നു, അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒക്കെയും യഹോവയിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല,
പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. 2 Kings chapter 23-25. യോശിയാവിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരാനായുള്ള കാരണക്കാരായ 2 സ്ത്രീരത്നങ്ങളെയാണ് നാം ആദ്യം കണ്ടത്. ഒന്ന് അദ്ദേഹത്തിന്റെ മാതാവ് യദീദ, 2 ഹുൽദ പ്രവാചകി. ഇന്നത്തെ വചനത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്, Huldah was a trusted prophetess whose word carried a great authority in a crucial moment of Judah's history. She validated and rediscovered law, warned of judgment, and reassured King Josiah personally. ഹുൽദ പ്രവാചിയെ പോലെ നമ്മളും ദൈവം നമ്മളെയും തന്റെ ദൗത്യത്തിനായി ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കാനും അതിനായിട്ട് പ്രവർത്തിക്കാനും നമ്മൾ ശ്രമിക്കണം. സത്യത്തിൽ ഉറച്ചു നിൽക്കാനും ദൈവവചനം പ്രഘോഷിക്കുവാനും ആ വചനങ്ങളിലൂടെ മറ്റുള്ളവരെ ദൈവ വഴിയിലേക്ക് കൊണ്ടുവരാൻ തക്കോണം നാമും ശ്രമിക്കണം. ഹുൽദ പ്രവാചകി നമ്മൾക്ക് കാണാതെ കിടക്കുന്ന നിയമപുസ്തകം പോലെ വേദപുസ്തകത്തിൽ കാണാതെ മറഞ്ഞിരിക്കുന്നതായ ഒരു പ്രവാചകിയാണ് ഹുൽദ. ആ ഹുൽദയെ കുറിച്ച് ഹുൽദ സത്യത്തിനായിട്ടും സത്യം വിളിച്ചു പറയുന്നതിനായിട്ടും മടി കാണിക്കാതെ പ്രവർത്തിച്ചതിനാൽ ഹുൽദ, ലൈക്ക് എ ഹുൽദ, വി മസ്റ്റ് ബി വില്ലിംഗ് ടു സ്പീക്ക് ഗോഡ്സ് ട്രൂത്ത് വിത്ത് കറേജ്. നമ്മളെ പ്രവർത്തിയിൽ, അതായത് സ്ത്രീകൾ നമ്മുടെ പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി മുന്നോട്ട് വന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ഉത്തേജനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് ഹുൽദ. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ ഇതിന് വന്നപ്പോൾ എടുത്തു കാണിച്ച ഒരു വ്യക്തിത്വമാണ് മോശയുടെ വൈഫായ സിപ്പോറ. ഇനിയും യോശിയാവിന്റെ തന്റെ 8-ാം വയസ്സിൽ രാജാവായിട്ടും അതിൻ്റെതായ അഹങ്കാരമോ അധികാരമോ കാണിക്കാത്ത രാജാവ്. യോശിയ രാജാവിനെ പോലെ ദൈവത്തെ ഭയപ്പെട്ട് വിനയത്തോടെ നടക്കാനും ദൈവവചനത്തെ കണ്ടെത്താനും അതിൽ ജീവിക്കുവാനും നമ്മുടെ മാറ്റം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അതിലൂടെ കുടുംബവും നാടും അഭിവൃദ്ധിപ്പെടാനും ഇടയാകണം. അതിനായിട്ട് യോശിയ രാജാവിനെ പോലെ നാമും നമ്മളുടെ നമ്മളിൽ നിന്ന് മാറ്റങ്ങൾ തുടങ്ങി മറ്റുള്ളവരിലേക്ക് ആ മാറ്റങ്ങൾ, അതായത് നമ്മൾ കത്തിക്കുന്ന ഒരു വെളിച്ചം മറ്റുള്ളവരിലേക്ക്, നമ്മൾ ഒരു ലൈറ്റ് ഇട്ടാൽ ആ വെളിച്ചം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൊടുക്കുന്നത് പോലെ ആ വെളിച്ചം പകരാനായിട്ട് നമ്മളും ശ്രമിക്കണം. ലൈക്ക് ജോഷിയ, വി കോൾഡ് ടു ബി എ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്സ് ടെമ്പിൾ, റെസ്പോണ്ടിങ് ടു ഹിസ് വേർഡ് വിത്ത് ഹ്യൂമിലിറ്റി ആൻഡ് ഒബീഡിയൻസ്. യോശിയയുടെ അനുസരണവും താഴ്മയുമാണ് യോശിയയെ വലിയവനാക്കുക. കർത്താവെ, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഹുൽദയെ പോലെ നിന്റെ വചനം ധൈര്യത്തോടെ സംസാരിക്കാനും ഹോശിയ രാജാവിനെ പോലെ ദൈവവചനത്തിൽ ആശ്രയിച്ച് താഴ്മയോടും അനുതാപത്തോടും കൂടി ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി നടപ്പാനും നമ്മളുടെ ജീവിതത്തെ പുതുക്കാനും പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കാനും നമ്മളെ സഹായിക്കണമേ പാർക്കും. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവത്തിനോട് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇതിനായിട്ട് അവസരം തന്ന എലിസബത്ത് ആൻറ്റി, എബിയച്ചൻ, ഷീന ആൻഡ് ഷിനി, എന്നെ ശ്രദ്ധിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ നോമ്പിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ. ബലഹീനരായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രിയപ്പെട്ട ഷമ്മാശന്റെ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഹുൽദ പ്രവാചകിയെ അടിസ്ഥാനമാക്കി വിവിധ പ്രവാചകന്മാരുടെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും ഒരുമിച്ച് ചേർത്ത് എങ്ങനെ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതാണ് ഇന്നത്തെ നമ്മുടെ ഷമാശൻ നമുക്ക് നൽകിയ ഒരു സന്ദേശം. മാതാവിന്റെ ഈ നോമ്പിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാതാവിനെ കുറിച്ചുള്ള ചിന്തകളും മാതാവിനെ കുറിച്ച് അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്താൻ സഹായിക്കുന്നതാണ്. മുൻപോട്ട് നോക്കി ലക്ഷ്യത്തിലേക്ക് ഓടുമ്പോൾ ചിലർ തളർന്നു വീഴും, ചിലർ ലക്ഷ്യം തെറ്റിപ്പോകും, ചിലർ വീണുപോകും. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് always have a destination to which and where we have to go. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കൊരു ദർശനം ഉണ്ടാവണം. ആ ദർശനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. അത്
എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അതിനൊരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ആവശ്യമുണ്ട്, ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട ഷമ്മാശന്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാകട്ടെ. എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി പ്രിയപ്പെട്ട ഷമ്മാശനെ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് അച്ഛൻ. ബഹുമാനപ്പെട്ട ജോൺ ശങ്കരത്തി ഷമ്മാശനിൽ കൂടി സർവശക്തൻ നമ്മെ കേൾപ്പിച്ച വിലയേറിയ ദൂതന് സർവശക്തന് നന്ദി കരയേറ്റുകയും ഒപ്പം ബഹുമാനപ്പെട്ട ഷമ്മാശനും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായി ഷമ്മാശനെയും കൊച്ചുമയും മക്കളെയും അമ്മയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഒപ്പം പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത യദീത എന്ന മാതാവ്, ബുദ്ധ പ്രവാചകയും എല്ലാവരെയും ഉശിയ രാജാവിനെയും ഒക്കെ പോലെ നമുക്ക് വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ സ്വയം തിരുത്താനും ധൈര്യത്തോടെ നിന്ന് പ്രവർത്തിപ്പാനും നമുക്ക് ഓരോരുത്തർക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ സഹായിക്കുന്നത് നമ്മൾ വചനം കേട്ടു, നല്ലതാണ്, വളരെ നന്നാണ്. നമുക്ക് കുറച്ചു നേരത്തേക്ക് അതിന് വളരെ ഒരു വീര്യവും ഒരു എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. പക്ഷെ അത് തുടർന്ന് വചനം നിരന്തരമായി വായിക്കുകയും പഠിക്കുകയും ചെയ്ത് കൃപയോടെ മുൻപോട്ട് പോകുവാൻ കർത്താവെ ഈ കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ട് അത് ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് ബഹുമാനപ്പെട്ട അച്ഛനോടും ഷമ്മാശനോടും ഞങ്ങളും അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയമാകുന്നല്ലോ. ഇത്രയും പേർ കൂടി വന്ന് ഒരേ ആത്മാവിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനം സ്ഥിരമായി വായിച്ച് ഈ മാതാവിനെ പോലെയും അതിനകത്ത് ഹിസ്കിയാവിന്റെ പിതാവും പിതാമകനും ഒക്കെ നമ്മുടെ യോശിയ രാജാവിന്റെ പിതാവിന്റെ സൈഡിൽ നിന്ന് അവര് വളരെ മോശമായി പെരുമാറിയിരുന്നവരാണെങ്കിൽ യോശിയാവ് വളരെ നന്നായി വന്നതിന്റെ പിറകിൽ ആ മാതാവ് സഹായിച്ചതുപോലെ, പ്രവാചകി സഹായിച്ചതുപോലെ ദൈവം തമ്പുരാനെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുറവുകൾ പരിഹരിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായും സ്വയം തിരുത്തുന്നതിനും ഒക്കെ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഞങ്ങളിൽ ക്രിയ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ സ്വയം താഴ്ത്തുന്നു. എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് മഹത്വം എടുക്കണമേ എന്ന് ഒരുമിച്ച് ഒരേ ആത്മാവിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയെ അവിടുത്തെ തിരുസനെ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാ സഭാ നേതാക്കളെയും സമർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ എസ്കേൽ പ്രവാചകൻ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടതുപോലെ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളെ യഹൂദയെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും, അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും എന്ന് പറഞ്ഞതുപോലെ എല്ലാ മക്കളും ഒരുമിച്ച് അവിടുത്തെ കുരിശിന്റെ ചുവട്ടിലാണ് നിൽക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിമന്യ തോമസ് മാർ ഇവാനിയോസ് തിരുമേനി ദൈവത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛനെ ദിവസനെ സമർപ്പിക്കുന്നു. ഇതിനു മുൻപേയും സേവനം ചെയ്ത എല്ലാ അച്ഛന്മാരെയും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന അച്ഛന്മാരെയും സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ജോൺ ശങ്കരത്തി ഷമ്മാശനെ സമർപ്പിക്കുന്നു. എല്ലാ ഷമ്മാശന്മാരെയും സമർപ്പിക്കുന്നു. കൊച്ചുമ്മമാരെ സമർപ്പിക്കുന്നു. മർത്തോറിയം സമാജം ഭാരവാഹികൾ ഈ വർഷത്തുള്ളവരെയും പുറകോട്ട് 2009 മുതലുള്ള എല്ലാ ഭാരവാഹികളെയും സമർപ്പിക്കുന്നു. പിതാവ് ഇടവക പുരോഹിതന്മാരെ സമർപ്പിക്കുന്നു. ഔട്ടർ ബോയ്സിനെ സമർപ്പിക്കുന്നു. എല്ലാ സംഘടനകളെയും നേതൃത്വം വഹിക്കുന്നവർ മർത്തോറിയ സമാജം ഭാരവാഹികളെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഓരോ ജോലികൾ ചെയ്തുകൊണ്ടും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സിക്കായിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് അഭിഷിക്തരായി സിക്കായിരിക്കുന്നവർ പൈങ്ങോലിയച്ഛനെ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരുൺ മകനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ തുടർച്ചയായി പ്രാർത്ഥിച്ചു വന്നാണ്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനും വളരെ അത്ഭുതകരമായ ദൈവമാനെ നടത്തി. ലാസ്റ്റ് കീമോതെറാപ്പിയിൽ അല്പം വിഷമമുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ മകനെ ദൈവം സമർപ്പിക്കാൻ. ഫൈനാൻഷ്യൽ പ്രശ്നമുണ്ടായിരുന്നു. അതൊക്കെ തക്ക സമയത്ത് സൗഖ്യവും ആ എല്ലാ വിഷമങ്ങളും തമ്പുരാൻ ഇന്ന് വരെയും ആ മകനെ നടത്തിയ മകനെയും കുടുംബത്തെയും സമർപ്പിക്കുന്ന. ഒരുമിച്ച് അവരെ നമുക്ക് തിരിച്ചനെ സമർപ്പിക്കാം. ലിസി എന്ന മകൾ, സാം, എൽദോസ് ടിജോ, ഷാനു തോമസ്, സൂസൻ ഡോക്ടറാണ്. 28 വയസ്സുള്ള മകളാണ്. ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണ്. കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. സമർപ്പിക്കാം.
അതേ അവസ്ഥയിലുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കാം. സാറാമ്മ എബ്രഹാം ബ്രെയിൻ ട്യൂമറായിട്ട് കറക്റ്റ് ഡയഗ്നോസിസിൽ എത്തിയിട്ടില്ല, മകളെ സമർപ്പിക്കുന്നു. മെറിൻ, ജെറി, ലഹ്മാൻ, ആശ, ഇനി അനേകം മക്കളുണ്ട്. സൗഖ്യം ലഭിച്ചവരെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. എല്ലാ മക്കളുടെയും മനസ്സിലുള്ള എല്ലാ മക്കളും ഇതുവരെ നമ്മൾ സമർപ്പിച്ച എല്ലാ അപേക്ഷകളും ദൈവസന്നിധി സമർപ്പിക്കുന്നു, സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. സൗഖ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും സൗഖ്യം ലഭിക്കാത്തവരും ഉള്ള അവസ്ഥയിൽ ദൈവ കൃപ പ്രാപിച്ച് മുൻപോട്ട് പോകാൻ സഹായിക്കണമെന്ന് ഒരുമിച്ച് വിശ്വാസത്തോടെ നമുക്ക് അപേക്ഷിക്കാം. ഇപ്പൊ ഈ സമയത്ത് ഒരുപാട് പേര് വളരെയധികം സിക്കായിട്ട് 1 മാസവും 2 മാസവും ഒക്കെ കോവിഡ് പോലെ തന്നെ പല വിധത്തിലുള്ള വിഷമങ്ങളിലിരിക്കുന്ന മക്കളുണ്ട്. തമ്പുരാന്റെ ഹീലിംഗ് ഹാൻഡ്സ് അവരുടെ മേൽ വയ്ക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം. പ്രായമായിരിക്കുന്ന വാർദ്ധക്യത്തിലിരിക്കുന്ന അനേകം മക്കൾ നമ്മുടെ ഈ തലവണക്കിരിക്കുന്ന ലോകത്തിലെമ്പാടുമുണ്ട്. റാഹേൽകുട്ടി അമ്മാമ, സാറാമ്മ ജോർജ് അമ്മാമ, മേരിക്കുര്യൻ അമ്മാമ, ആവി മാമ തുടങ്ങിയ അതുപോലെ എല്ലാം പേരെടുത്ത് പറയാത്തതായിട്ടുള്ള എല്ലാ മക്കളും ദേവസന്നിധിയിൽ അറിയപ്പെടുന്നുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബർത്ത്ഡേസ് ആയവര്, വെഡിങ് ആനിവേഴ്സറി ആയിരുന്നവരെല്ലാവരെയും 8 നോമ്പിന്റെ പ്രാർത്ഥന നടക്കുന്ന എല്ലാ ദൈവാലയങ്ങളും ഏറ്റവും അനുഗ്രഹപ്രദമായത് മുൻപോട്ട് പോകണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള മീഖ ആൻഡ് വിക്ടോറിയ, ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛൻ്റെയും സാലി കൊച്ചുമ്മയുടെയും മകനാണ് മീഖ. അവരാ ജീവിതത്തിലേക്ക് അവര് ആ പ്രതിജ്ഞ എടുത്ത് ദൈവത്തിനായിട്ട് സമർപ്പിച്ചപ്പോൾ നാം പ്രാർത്ഥനയിൽ വെച്ചുകൊണ്ടിരുന്നതാണ്. സെപ്റ്റംബർ 7-ാം തീയതി അവരുടെ വിവാഹമാകുന്നു. ആ മക്കളെ ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ സമർപ്പിക്കുന്നു. വിവാഹവും ഏറ്റവും അനുഗ്രഹപ്രദമാകുവാനും ചീഫ് സെലിബ്രന്റിനെ, പങ്കെടുക്കുന്നവരെ, അവരുടെ മാതാപിതാക്കളെ, അവരുടെ എല്ലാ ബന്ധുക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അതേപോലെയുള്ള എല്ലാ വിവാഹങ്ങളെയും പ്രത്യേകം നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളതാകുന്നല്ലോ. അനുഗ്രഹിക്കണമേ, അവിടുന്ന് സന്നിഹിതനാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്യു ആൻഡ് അക്സ, ടോണി ആൻഡ് വർഷ, ദിവ്യ, ഷെയ്ൻ, ഈ മക്കളെ അടുത്ത സമയത്ത് വിവാഹം നടന്നവരും ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ തമ്പുരാനെ അവിടുന്ന് അവരോട് കൂടെ ഇരുന്ന് അവരുടെ ജീവിതത്തിൽ വഴി നടത്തണമേ എന്ന് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ജനറേഷന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. ഭാവി നിർണയത്തിന് പരീക്ഷകളും എൻട്രൻസ് പരീക്ഷകളും ഒക്കെ എഴുതിയ കുഞ്ഞുങ്ങളുണ്ട്. ലഹരി മരുന്നും ഇന്റർനെറ്റിന്റെ അടിമത്തത്തിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ദൈവമേ, ദിവസം വായന, പ്രാർത്ഥന, കൂദാശ, അവരുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യത്തിൽ അവർ തിരിച്ചു വരുവാനും ഒപ്പം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നമ്മളും ശുദ്ധീകരിക്കപ്പെടുവാനും ലോകമെമ്പാടുമുള്ള മക്കളെ, കുഞ്ഞുമക്കളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ആൻഡ് 2 പേര്, എലിസബത്ത് 2, കരോളിൻ, ആന, ലോറൻസ്, നെയ്തൻ, ജോ, മാത്യു, ജിയാൻ, ജോവൽ, ജോജി, ആൽബിറ്റ്, ഈഥൻ, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള മക്കൾ, കുഞ്ഞുമക്കളെ ദൈവസന്നിധിയിൽ ഒരുപാട് കണ്ണുനീരോടെ സമർപ്പിക്കുന്ന ദൈവം തമ്പുരാനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന ജോലി ചെയ്ത് ഉപജീവനം ജീവിക്കുന്നവർ, അനാഥ വിധവന്മാരെല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ വോളണ്ടറി സംഘടനകള്, ആശ്രയ, കാരുണ്യത്തിന്റെ മന്ന, കാരുണ്യ നിലയം, പ്രശാന്ത്, അവർക്കുള്ള സാമ്പത്തിക സഹായം, പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു സഹായങ്ങളും കൊച്ചു ഡ്രോപ്സ്, ഓഷ്യനിലെ ഡ്രോപ്സ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന പോലെ നമ്മുടെ കൊച്ചു സഹായങ്ങളും ധനവാന്മാരും അവതാരശീലരാകണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. സെമിനേറിയൻസ് ആയിരിക്കുന്ന ജിതിൻ, ജോയ്, ഏവൻ, ഓൾട്ടർ ബോയ്സ് ആയിരിക്കുന്ന ജെറമി, അതുപോലെ ടോണി, ബിനി, ജോർജ്, ഡീക്കൻസ്, സോളമൻ, ആൽവിൻ, എല്ലാവരും ദൈവസന്നിധി സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന ദൈവസന്നിധി സമർപ്പിക്കുന്നു. ആൽവിൻ കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. സ്വപ്ന ആൻഡ് എബി, ജെൻസി, ജെഫി, ജെനിമാർ 2 പേര്, ജെസി, ജിനു 2 പേര്, ജൂഡിത്ത്, ജൂലിയറ്റ്, ജ്യോതി, കൊച്ചുമോൻ സ്തോത്രത്തോടെ ഹനയുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ് കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമേ, ഇവർക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് ദൈവവിധ പ്രാർത്ഥന. അതുപോലെ അനേക മക്കളുണ്ട്. എല്ലാവരെയും സ്തോത്രത്തോടെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. ജീവിത പങ്കാളികളെ ആഗ്രഹിക്കുന്ന ക്ഷേമാതാര, മിന്നു, വിനീത്, ടീന, ടിജ, നിക്കോൾ, ജോജി, ലീന, താഷ, അതേപോലെ അനേക മക്കളുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള മക്കളെയും സമർപ്പിക്കുന്നു. വിവാഹം വേണ്ട എന്ന് പറയുന്ന മക്കളെ ദൈവഹിത പ്രകാരം കർത്താവേ
മാതാപിതാക്കൾ വിഷമിക്കുന്നവരെ എല്ലാം സമർപ്പിക്കുന്നു. ചർച്ചസിനെ റീകൺസ്ട്രക്ഷൻ ചർച്ചസ് മണപ്പള്ളി നോർത്ത് കരോളിന ചർച്ചസിന് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ട് കാൽഗറി, എഡ്മണ്ടൺ, ഹ്യൂസ്റ്റൺ, ഡിട്രോയിറ്റ്, ബിഫിൽപ്പച്ചന്റെ പള്ളി ഇവരെല്ലാം പള്ളികളെ സമർപ്പിക്കുന്നു. ദൈവ ആരാധനയ്ക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇതെല്ലാമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിന്റെ വിഷമങ്ങൾ, പീഡ അനുഭവിക്കുന്നവരെ, നാച്ചുറൽ കലാമിറ്റീസ് അനുഭവിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ആത്മാക്കളെയും അതേപോലെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മൈലപ്ര മാത്യൂസ് റംബാച്ചൻ, എൻ ജെ തോമസ് റംബാച്ചൻ ഇവരുടെ മധ്യസ്ഥത അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു കുടുംബം മൊത്തമായിട്ട് ഒരു പ്രിൻസ് തോമസിന്റെ കുടുംബം, 2 മക്കൾ ആ സ്പോട്ടിൽ തന്നെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. വളരെ ദുഃഖത്തോടെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച ആക്സിഡൻസും മനസ്സ് തകർച്ചയോടുകൂടി ആ കുടുംബത്തെ ദൈവസന്നിധി സമർപ്പിക്കുന്ന ശേഷിക്കുന്ന മക്കളെയും ദൈവസന്നിധി ദുഃഖിക്കുന്നവരെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ ആത്മാക്കളെയും പ്രാർത്ഥിക്കുന്നു. ജോഷുവ, സിയോ മാത്യൂസ്, ഉഷ മാത്യൂസ്, മറിയാമ്മ കുര്യൻ, ജെയ്സൺ ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജോളി ആണ് പ്രാർത്ഥിക്കുന്നത്. ജോളിയെ കുടുംബത്തെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ജോളി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. സർവശക്തനും കാരുണ്യവാനുമായ സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ വെള്ളിയാഴ്ചയുടെ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇതിൽ വന്നു ചേർന്ന എല്ലാവരെയും അതുപോലെ വരാൻ ആഗ്രഹിച്ചവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിലായിരുന്നു, പല ഭവനങ്ങളിലായിരുന്നു അവിടുത്തെ തിരുമുൻപിൽ തലകളെ വണങ്ങിയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. അത് അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ഈ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ തിരുസഭയെ അനുഗ്രഹിക്കണമേ. തിരുസഭയെ ബാവ തിരുമേനിയും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും ശുശ്രൂഷകരെ അതുപോലെ സെമിനാരിയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ എല്ലാവരെയും ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവർക്ക് പരിശുദ്ധാത്മാവ് ബലം കൊടുത്ത് മുന്നോട്ട് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവമേ ഈ കൂട്ടായ്മയുടെ ഭാരവാഹികളായിട്ട് ദൈവമേ കടന്നു വന്നിരിക്കുന്ന ബേബി അച്ഛനെയും അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി വചന ശുശ്രൂഷ ചെയ്ത ഷമ്മാച്ചനെയും പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവരുടെ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അത് ഇതിൻ്റെയൊക്കെ ഭാരം വഹിക്കുവാനുള്ള ശക്തിയും കൃപയും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എലിസബത്ത് ടീച്ചറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഭാരവാഹികളായി കടന്നു വന്നിട്ടുള്ള ഷിനിയും അതുപോലെ മറ്റ് എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവമേ, ഞങ്ങളുടെ ഈ സഭയിലുള്ള എല്ലാ ഇടവകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ കുടുംബങ്ങളിലൊക്കെയും രോഗികളായി കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെയും ദൈവമേ ശുശ്രൂഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവരിൽ കൂടെ അവർക്ക് ആശ്വാസവും സൗഖ്യവും കൊടുക്കണമേ. അവര് രോഗസൗഖ്യം പ്രാപിച്ച് തിരിച്ചു വന്ന് ഞങ്ങളുമൊത്ത് ദൈവമേ അവിടുത്തെ സ്തുതിപ്പാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമേരിക്കൻ ഭദ്രാസനത്തിന്റെ തിരുമേനിയ ഇവാനിയോസ് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ ആയുസ്സും കൊടുത്ത് സഹായിക്കണമേ. യാത്രയിലൊക്കെയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറ്റെല്ലാ ശുശ്രൂഷകരെയെല്ലാം ദൈവമേ താഴ്ത്തി സമർപ്പിക്കുന്ന ആത്മീയമായി ബലപ്പെടുത്തണമേ. ഇന്ന് ദൈവമേ ടീച്ചേഴ്സ് ഡേ ആണല്ലോ കർത്താവെ. ഞങ്ങൾക്ക് ആത്മീയ ഗുരുക്കന്മാരും ഗുരുക്കന്മാരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവര് ഞങ്ങൾക്കൊക്കെയും സത്യവചനം പറഞ്ഞു തന്ന് ദൈവമേ ഞങ്ങളെ മുന്നോട്ട് വഴി നടത്തുമ്പോൾ അവർക്ക് കൂടുതൽ ബലവും ശക്തിയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവമേ മാതാവിൻ്റെ ജനന പെരുന്നാളാഘോ നോമ്പ് കൊണ്ടാടുന്ന ഈ ദിനങ്ങളിൽ കർത്താവെ അമ്മയുടെ വിനയവും ഒക്കെ പ്രാപിച്ച് ഞങ്ങൾക്ക് ജീവിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷമ്മാസിന്റെ വചനത്തിലൂടെ ഞങ്ങൾ ദൈവമേ സ്ത്രീകളെ ബലഹീനരായെങ്കിലും അവരെ സമൂഹത്തിൽ ബലപ്പെടുത്തി കൈപിടിച്ച് മുന്നോട്ട് നടത്തുവാനുള്ള ഇത് മറ്റുള്ളവർക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമൂഹത്തിലെ ദൈവമേ അവരും
ബലപ്പെട്ടവരായി തീരുവാൻ ദൈവമേ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ദാനമായുള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളൊക്കെയും പല സ്ഥലങ്ങളിൽ പഠിക്കാനൊക്കെ പോയിരിക്കുന്നവർക്കൊക്കെയും കർത്താവെ സത്യപ്രഭയിൽ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടുവാനിടയാകല്ലേ. അതുപോലെ വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. വിവാഹത്തിലേർപ്പെട്ടവർക്ക് നല്ല കുടുംബജീവിതം കൊടുക്കണമേ കർത്താവെ. അതുപോലെ മറ്റുള്ള ഓരോരുത്തരെയും പല വിധമായ പ്രയാസങ്ങളിലും വേദനകളിൽ കൂടെയും കഴിയുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ രാജ്യത്തെ മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇവിടെയും അവിടെയും ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് സംഗതിയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധത്തിന്റെ കെടുതികളിലും ഭൂകമ്പങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ടല്ലോ കർത്താവെ. അവിടെയൊക്കെയും കുഞ്ഞുങ്ങളും ദൈവമേ മനുഷ്യരൊക്കെയും വേദനയോടെ കഴിയുന്നു. അവിടെയൊക്കെയും ദൈവമേ അവരെ സഹായിക്കുന്നവരിൽ കൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അനാഥരെയും വിധവകളെയും ദൈവമേ താങ്ങിക്കൊള്ളണമേ. ദൈവമേ സമ്പന്നരെ ദാനശീലരാക്കണമേ. ദരിദ്രന്മാരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെയും കർത്താവെ താങ്ങിക്കൊള്ളണമേ. അതുപോലെ വാർദ്ധക്യത്തിൽ കഴിയുന്ന, ആശ്രയമില്ലാതെ കഴിയുന്നവർക്ക് ദൈവമേ അവിടുന്ന് തുണയായി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ബലപ്പെടുത്തുന്ന കൈകളിൽ കൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ ദൈവമേ. അതുപോലെ മറ്റ് പറയപ്പെടാത്ത പല ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടല്ലോ ദൈവമേ. അവരെ അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും ദൈവമേ ജോലി നൽകി സഹായിക്കണേ. ജോലി ഉണ്ടായിട്ടും കർത്താവെ ജോലിയിലുള്ള ഭാരവും പ്രയാസത്തിൽ കൂടെ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയൊക്കെയും കർത്താവെ അവിടുന്ന് താങ്ങണമേ. എല്ലാം കർത്താവെ അവിടുത്തെ പുത്രന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവമേ കേൾക്കുമാറാകണമേ. ആമീൻ. ബാറക്കുമാർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസും നമ്മെല്ലാവരുടെ മേലും, നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും, ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും, വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും, സഭയിന്മേലും, നാടിന്മേലും, ഇടവകളിൽ മേലും ഇപ്പോഴും നീക്കം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥന ഭംഗിയായി ചെയ്യുവാനായിട്ട് നമ്മളെല്ലാവരെയും സഹായിച്ച സർവാധിപതിയും സർവശക്തനുമായ കർത്താവിന്റെ മുൻപിൽ എല്ലാ വിധത്തിലുള്ള നന്ദി പറഞ്ഞ് നമിക്കുന്നു. അഭിമന്യ തിരുമേനിക്കും ബഹുമാനപ്പെട്ട അച്ഛനും ഷീന എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് തന്ന ബഹുമാനപ്പെട്ട ഷമ്മാസിന് പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. വലിയൊരു പ്രത്യേകമായ ശക്തമായ ഒരു തോത് തന്ന് നമ്മളെ അനുഗ്രഹിച്ചല്ലോ. ഷമ്മാസിന് വേണ്ടി വീണ്ടും നന്ദി പറയുന്നു. വീന, സീന, അതുപോലെ എൽസീഷോ, ജെറി ജോയ്, ബിൻസി തോമസ്, ഇവരെല്ലാവരും വേദോത്സവം വായിച്ചും പാട്ട് പാടിയും, പ്രത്യേകിച്ച് ജോളി പ്രാർത്ഥിച്ചും നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹമാക്കി അവർക്കെല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ടീച്ചേഴ്സിനെ പ്രത്യേകമായി ഇന്നിടെയായി ഓർക്കുകയും സൺഡേ സ്കൂളിൽ അല്ലാത്ത എല്ലാ വിധത്തിലുള്ള അധ്യാപനം നടത്തുന്നവര് അവർക്ക് വേണ്ട കൃപ നൽകണമെന്നും അവർക്ക് വേണ്ട നന്ദിയും പറയുന്നു. ഇന്നുകൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവാലോചിച്ച് അടുത്ത പ്രാർത്ഥനയെ നമുക്ക് എല്ലാവർക്കും കേൾക്കുകയും കാണുകയും ചെയ്യാം. താങ്ക് യു.